ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫംഗ്ഷന് അനുമോദനമൊക്കെ കഴിയുമ്പോൾ കല്യാണി സംസാരിക്കുകയാണ് കേട്ടോ. കല്യാണി പറയുകയാണ് മലയാളത്തിൽ തന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് കല്യാണിയുടെ ചെറുപ്പകാലത്തെ പറ്റിയൊക്കെ പറയുവാണ്. അന്ന് തുണയായിരുന്നു അമ്മയായിരുന്നെന്നും അത് കഴിഞ്ഞ് ഭർത്താവായിട്ട് കിരണേട്ടനെ കിട്ടിയ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന സരയുവിന് നല്ല ദേഷ്യം വരുവാണ് കേട്ടോ. സരയു രാഹുലിൻ്റെ നിന്ന് റിമോട്ട് മേടിച്ച് ആ ടി വി ഓഫാക്കി വെക്കുവാണ്. അതിനിടയ്ക്ക് നമ്മുടെ പ്രകാശിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഓ നോക്കിയടാ പ്രകാശ, ഞാൻ അവൾക്ക് കഞ്ഞിവെള്ളത്തിൽ ഇച്ചിരി വറ്റിട്ട് കൊടുത്തതല്ലേ, എന്നിട്ട് അവൾ എൻ്റെ പേരവിടെ പറഞ്ഞു എന്ന് നോക്കിയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാർത്തി ചോദിക്കുക, അപ്പോൾ അവൾക്ക് കഞ്ഞിവെള്ളമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പ്രകാശം പെട്ടെന്ന് അമ്മയോട് ഇങ്ങനെ തട്ടിയിട്ട് പറയാണ്, അവക്കല്ല എൻ്റെ മോന്, അവന് കഞ്ഞിവെള്ളവും അവൾക്ക് വലിയ മീൻ കഷ്ണത്തിൻ്റെ നടുത്തുണ്ടും ഒക്കെ ആയിരുന്നു മോളെ, എന്നിട്ട് പോലും ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നോക്ക് എന്ന് പറയുകയാണ്. എന്നിട്ട് പ്രകാശം പറയും, എൻ്റെ പൊന്നു മോളെ അതൊന്ന് നിർത്തി വെക്കെന്ന് പറയുമ്പോഴത്തേക്കും കാർത്തിക പറയുന്നുണ്ട്, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം അച്ഛാ, എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയണ്ടേ എന്നൊക്കെ പറയുവാണ്. അതെല്ലാം കഴിയുമ്പോഴത്തേക്കും കിരൺ രതീഷിനോട് പറയുക, നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ എന്ന് പറയുമ്പോൾ രതീഷ്, അത് ഞാൻ എപ്പോഴേ റെഡിയായെന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് കേട്ടോ എഴുന്നേറ്റ്. അത് കഴിയുമ്പം ദീപ എല്ലാത്തിനും കിരണിനോട് നന്ദി പറയുവാണ്. മകൾ ഇന്നിങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിയേന്. തിരിച്ച് ദീപയോടും അവളെ ഇത്രയും വളർത്തിക്കൊണ്ട് വന്നതും അവൾ ഒറ്റയ്ക്കായിരുന്ന സമയത്തും കൂടെ നിന്ന അമ്മയോട് തിരിച്ച് ദീപയോട് നന്ദിയൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് മനോഹരനെയാണ്. നിഷയുടെ അവിടെ നിന്ന് ഇനിയിപ്പോൾ എങ്ങനെയും സരയുവിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓരോ കള്ളങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. ബിസിനസ്സുണ്ട്, 2 അമേരിക്കൻസ് കാണാൻ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോഴത്തേക്കും നമ്മുടെ നിഷ പറയുന്നുണ്ട്, ഏറ്റവും അധികം വേണ്ടത് സമയമാണ് ഹസ്ബൻഡിനൂടെ, ഇത്രയൊക്കെ സമ്പാദിച്ചില്ലേ, ഇതുപോലെ റോഹിയേട്ടാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും മനോഹർ പറയുവാണ്, മോള് വിഷമിക്കണ്ട, ഇനിയിപ്പോൾ ഇത് തിരക്കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ മോക്കെന്നെ മിസ് ചെയ്യുകയില്ല, എൻ്റെ MD കസേരയിൽ മോളും ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പറയുകയാണ്, സ്വർണ്ണമൊന്നും വീട്ടിൽ വെക്കുന്ന അത്ര സേഫ് അല്ല കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നിഷ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ റോഹിയുടെ കയ്യിലോട്ട് തന്നേക്കാം, റോഹിയേട്ടൻ അത് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ട് വെച്ചോളാനൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ശാരി ആകെ ഇങ്ങനെ അപ്സെറ്റായിട്ട് ടെൻഷൻ അടിച്ച് ഇനി ഞാൻ ആ ശവശരീരം എന്നെ ചെയ്യുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് നമ്മുടെ മനോഹർ കയറി വരുന്നത്. അപ്പോൾ മനോഹർ പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അച്ഛൻ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരി പറയുന്നുണ്ട്, അങ്ങേരെ എന്തെങ്കിലും ചെയ്താൽ അന്ന് തലക്കെട്ടടിച്ചോളം ഒരെണ്ണോട് കൊടുക്കാൻ എനിക്കറിയാം, ഒന്നുമില്ല മോൻ എൻ്റെ മോളെയും അവൾക്കുണ്ടാവുന്ന കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കിയാൽ മതി, വേറെ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴും മനോഹർ പറയുവാണ്, അമ്മേനെ ഞാൻ സ്വന്തം അമ്മയായിട്ടാണ് കണ്ടേക്കുന്നത്, അമ്മേനെ മരുമോനായിട്ടല്ല കണ്ടേക്കുന്നതെന്ന് എൻ്റെ വിശ്വാസം, എന്തുണ്ടെങ്കിലും ഞാൻ ജീവൻ കൊടുത്ത് അമ്മയെ സഹായിക്കും, എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. മനോഹർ പോയി കഴിയുമ്പോൾ ശാരി സ്വയം പറയുവാണ്, ഇതിൽ നിന്ന് എന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല, ഞാൻ ഇന്നൊരു കൊലപാതക കുറ്റത്തിൽ ഒരു കൊലപ്പുള്ളിയാണ്, എന്നെ ആര് രക്ഷിക്കാനാണ്, ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടാനെന്നൊക്കെ ഓർത്ത് അവിടെ ഇരുന്ന് വിഷമിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് മുറിയിലെത്തുമ്പോൾ മനോഹർ നമ്മുടെ സരയുവിനോട് പറയുന്നുണ്ട്, എന്ത് പറ്റിയെന്നറിയത്തില്ല, മോളുവിൻ്റെ അമ്മയ്ക്ക് എന്തോ വലിയ വിഷമമുണ്ടെന്ന് പറയുമ്പം സരയു പറയുവാണ്, കഴിഞ്ഞ വർഷത്തെ ഓണത്തിൽ ഇതിലും നല്ലൊരവസ്ഥയല്ലായിരുന്നോ, അതുമാത്രമല്ല അപ്പുറത്തുള്ളവർക്കാണ് ഈ വെച്ചടി കയറ്റു, ഇതെല്ലാം കണ്ടിട്ടായിരിക്കും അമ്മയ്ക്ക് വിഷമം, ആൻറ്റിയുടെ വീട്ടിലായിരുന്നപ്പോൾ എന്നും ഓണമായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അത് കേൾക്കുന്ന മനോഹർ പറയാണ്, എൻ്റെ ഒരു ഊഹം കറക്റ്റാണെങ്കിൽ മോക്ക് എൻ്റെ കൂടെ വന്നു കഴിഞ്ഞപ്പം തൊട്ട് ഒരു സ്വർഗ്ഗതുല്യമായ ജീവിതമാണ് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മുടെ സരി പറയാണ്, അതാണ് എൻ്റെ ഏക ആശ്വാസം എന്നൊക്കെ പറഞ്ഞ് മനോഹറിൻ്റെ കൂടെ അവിടെ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വന്ന് കല്യാണി വിളിച്ച് കിരണിനോട് കാര്യങ്ങളൊക്കെ പറയുവാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, നീ എന്നെ ഒറ്റ ദിവസം കൊണ്ട് പ്രശസ്തനാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുവാണ്, ഞാൻ ആദർശനും നയനയ്ക്കും വീട്ടിലുള്ളവർക്കും ഹരിയേട്ടനൊക്കെ ഒരു പാർട്ടി കൊടുക്കുക എന്ന് പറയുമ്പം നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, ഞാൻ വരുന്നതിന് മുമ്പോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ സന്തോഷം ആഘോഷിക്കാനുള്ളതല്ലേ, വെച്ച് താമസിപ്പിക്കാൻ പറ്റത്തില്ല, പിന്നെ ഓണത്തിന് നീ ഇല്ലാത്തൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ, പക്ഷേ ഓണസമ്മാനമായിട്ട് നീ മത്സരിച്ച് ജയിച്ചു വരണം, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹം എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ കല്യാണി പറയുകയാണ്, ഇനി ഒറ്റയ്ക്കൊരു യാത്രയൊന്നും വയ്യ, എങ്കിൽ രാവിലെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ച് കിരണും കല്യാണിയും പരസ്പരം അവർ രണ്ടുപേരെയും ഓർത്തുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.